ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എൻ്റെ നോമ്പ് 7-ൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. ഇന്നൊരു മീൻ കറി വയ്ക്കണം, പിന്നെ ഒരു മാങ്ങ ജ്യൂസ് അടിക്കണം, പിന്നെ പാലും പഴവും ബൂസ്റ്റും ഒക്കെ ഇട്ട് ഒരു ഷേക്ക് പോലെ ഒരെണ്ണം അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ഇത് ഇത്രയുമേ ഉള്ളൂ ഇന്ന്. പിന്നെ മീൻകറി അത്താഴത്തിന് ചോറാണ്, അതിനെടുക്കാനും പിന്നെ കിടക്കുന്ന നേരത്ത് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി പുട്ടുണ്ടാക്കാമെന്ന് കരുതുന്നു. അത് വയറിൻ്റെ വിശപ്പ് പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ ദാ ഇവിടെ മല്ലിയും മുളകും മഞ്ഞളും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചയ്ക്ക് തേങ്ങയും കൂടി ചേർത്തങ്ങ് അരച്ചെടുക്കാം. ചൂരമീനാണ്. ചൂരമീനാകുമ്പം സാധാരണ മുളക് കറി അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് മോൻ കഴിക്കത്തില്ല തേങ്ങ വറുത്തരച്ച കറി. അത് തീയലായിരുന്നാൽ പോലും അവൻ കഴിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ മീൻ കറി ഇതേപോലെ വയ്ക്കാമെന്ന് കരുതിയത്. അങ്ങനെ അരപ്പെല്ലാം റെഡിയാക്കി ഉപ്പും പുളിയും എല്ലാം ചേർത്ത് ഇനി ഇതിൽ പച്ചമുളകും തക്കാളിയും മാങ്ങയും കൂടി അരിഞ്ഞിട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കറിയൊക്കെ തിളച്ച് 2-3 മിനിറ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ മീൻ ചേർത്ത് കൊടുക്കാം. മീനും ഇട്ട് വേവിച്ചിറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ജോലി അങ്ങ് തീരും. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസിൻ്റെയൊക്കെ പണികളേ ഉള്ളൂ. കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ഇട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഇനി മാങ്ങ കൊണ്ടൊരു ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് കരുതുന്നു. ഇത് നല്ല പഴുത്ത മാങ്ങയൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ പച്ച മാങ്ങ വാങ്ങിച്ചപ്പോൾ അതിൽ കറിയിലിടാനായിട്ട് അരിഞ്ഞ സമയത്ത് ചെറിയൊരു കളറ് മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ വെച്ചിരുന്നപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കളറായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അത് ഇന്ന് നോമ്പ് കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസ് അതുകൊണ്ട് അങ്ങ് ആക്കാമെന്ന് കരുതി. അങ്ങനെ പഞ്ചസാര പൊടിച്ചതുമൊക്കെ ചേർത്ത് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് ഇത് ആദ്യം ഒന്ന് അടിച്ച് പൾപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് കുറിക്കാനുള്ള ഈത്തപ്പഴം എടുത്ത് വയ്ക്കണം, പിന്നെ ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കണം. അതിൻ്റെ കൂടെ പാലും പഴവും ബൂസ്റ്റും ഒക്കെ ചേർത്ത് ഒരു ഷേക്ക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 2 പഴം ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഇത്തിരി തൊലിയൊക്കെ കറുത്തതായിരുന്നു. അങ്ങനെ അത് ഞാനൊന്ന് ഒരിത്തിരി പാല് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി ഇതും കൂടെ റെഡിയാക്കി എടുത്താൽ നമ്മളെ തിരക്കുള്ള പണികളെല്ലാം ഇവിടെ കഴിഞ്ഞ് കിട്ടും. ഇനി ഈ ഷേക്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടാണ് അടിക്കുന്നത്. വാനില ഐസ്ക്രീമാണ് സാധാരണ ഇങ്ങനെയുള്ള ഷേക്കിലൊക്കെ ചേർക്കാൻ നല്ലത്. പക്ഷേ ഇത് വാനില ഐസ്ക്രീം അല്ല കേട്ടോ, എനിക്കിതൊരാൾ വാങ്ങി തന്നതാണ്. അങ്ങനെ എൻ്റെ ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ടേബിളിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ. പള്ളിയിലെ കഞ്ഞിയുണ്ട്, വെള്ളമുണ്ട്, മാംഗോ ജ്യൂസുണ്ട്, ഷേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തില്ല, അത് കുടിക്കുന്ന സമയത്ത് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ജ്യൂസെല്ലാം ഗ്ലാസ്സിലൊഴിച്ച് തണ്ണിമത്തൻ വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് 7-ൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.